ഈ 7 കൂട്ടര് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തുനബി മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, കടം കൊണ്ട് വലഞ്ഞിരിക്കുന്നവൻ അവൻ കടബാധിതനായി അവന്റെ കടം വീട്ടാൻ ഒരു മാർഗവുമില്ല. അത് അവന് കടം കൊടുത്തവൻ തിരിച്ചറിഞ്ഞിട്ട് ഓടി ചെന്നിട്ട് പറയുന്ന, സഹോദരാ വിഷമമില്ല, നിനക്ക് എന്ന് പൈസ കിട്ടുമോ അപ്പൊ തന്നാ മതി എന്ന തരത്തിൽ കടം കൊടുത്തവന്റെ ദുരിതം കണ്ടിട്ട് അവന് കടം കൊടുത്തവൻ സമാധാനവും സാന്ത്വനവും സാവകാശവും നൽകിയാൽ അതിന്റെ കാരണം കൊണ്ട് ആ സാവകാശം കൊടുത്തവന് നാളെ അർശിന്റെ തണലല്ല നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ കടം കൊടുത്തു, കടം തിരിച്ചു തരാൻ ഒരു മാർഗവുമില്ല. അയാളെ കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ പൊരുത്തം തന്നു, അല്ലെങ്കിൽ ആ കടക്കാരനായി മരണപ്പെട്ടു. വിവരമറിഞ്ഞപ്പോ ഞാൻ അയാൾക്കുള്ള എല്ലാ ബാധ്യതയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കടം കൊണ്ട് വലഞ്ഞവനെ കടം വീട്ടാൻ ഗതിയില്ലാതിരുന്നിട്ട് അവന് ആര് മാപ്പ് കൊടുക്കുമോ, പൊരുത്തപ്പെട്ടു കൊടുക്കുമോ, അവരും നാളെ അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സത്യസന്ധമായി കച്ചവടം നടത്തുന്നവരാരോ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നില്ല, ഒരു പൊടി പോലും വഞ്ചനയില്ല. ഇല്ലാത്ത മുതലുകളും കള്ളത്തരങ്ങളും പൂഴ്ത്തിവെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കച്ചവടം നടത്തൂല. നേരായ മാർഗത്തിലൂടെ കച്ചവടം നടത്തുന്ന സത്യസന്ധതയുള്ള കച്ചവടക്കാരാരാണോ അവരും നാളെ അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു അവരെയും അനുഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ ഒരാൾ പതിവാക്കുമെങ്കിൽ വിശദീകരിക്കാൻ നേരമില്ല പ്രിയപ്പെട്ടവരെ. 3 കാര്യങ്ങൾ ഒരാൾ പതിവാക്കുമെങ്കിൽ അവരും നാളെ അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമെന്ന് മുത്ത് ഹബീബ് പഠിപ്പിച്ചു. അർശിനെ കൊണ്ടുവന്നിട്ട് സൂര്യന്റെ ഒരു ഭാഗത്തുള്ള ചൂടിൽ നിന്നുള്ള രക്ഷ ഈ അർശിന്റെ തണല് കൊണ്ട് അല്ലാഹു തടസ്സപ്പെടുത്തും. അതാ ഈ തണല്, അർശിന്റെ തണല് എന്ന് പറയുന്ന തണൽ ഇതാ. ഏതാ? ഈ അർശ് കൊണ്ടുവന്നിട്ട് ഈ സൂര്യന്റെ ഒരു ഭാഗം അല്ലാഹു അങ്ങ് തടസ്സപ്പെടുത്തുമ്പോ അത്രയും സ്ഥലം തണലായി. ഇതായി പറയുന്ന തണല്, അർശിന്റെ തണല്. ആ തണല് കിട്ടുന്ന 7 പേരെയാണ് അല്ലാഹുവിന്റെ മുത്തുനബി ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചത്. ഇമാമുൽ ലഹു അദ്ലു വമൻ ഫീ ഇബാദത്തി ബസാബിത്തു ഖാലില്ലാഹി ലാ ഫി ളലാലി. ഞാൻ ചുരുക്കി പറയാം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് വേണ്ടി നീതിയുക്തമായി ഭരണം നടത്തിയ ഇമാമ നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ അല്ലാഹു കൊടുക്കുന്നതാണ്. രണ്ടാമത് തഖ്വയോടെ ജീവിച്ച യുവാവ് ഏതാണോ ആ യുവാവും നാളെ അർശിന്റെ തണൽ കിട്ടുന്നയാളാണ്. വശഖ്സാനി ഫില്ലാഹി കരീമി തഹബബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻ ഹുമാ വവിസാലി. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാര് പണത്തിന് വേണ്ടിയല്ല, സംഘടനയുടെ പേരിലല്ല, പള്ളി കമ്മിറ്റിയുടെ പേരിലല്ല, ഒരേ സ്ഥാനത്തിലുള്ള ഉസ്താദുമാരെന്ന സ്ഥാനം വെച്ചിട്ടല്ല, ഒരേ ദർസിൽ പഠിച്ച മുത്തഅല്ലിമെന്ന സ്ഥാനം വെച്ചിട്ടല്ല, ഒരേ സമകാലികരെന്ന പരിചയം വെച്ചിട്ടല്ല, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ, അവരാ സ്നേഹത്തിന്റെ പേരിലും നാളെ അർശിന്റെ തണലല്ല നൽകുന്നു. വമൻ ദക്കറ റബ്ബൽ മുഹൈമിന ഖാലിയാ ഫഫാലത് ബിഹി ഐനാഹു ഖൗഫന കാലി. അല്ലാഹുവിനെ ഓർത്ത് സദാ കരഞ്ഞ കണ്ണുകൾ, ആ കണ്ണുള്ളവരും നാളെ അർശിന്റെ തണലുകൊണ്ട് രക്ഷപ്പെടുന്നു. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദഅതു ദാതു ആലിമ അങ്കലാവണ്യതയുള്ള, സർപ്പ സൗന്ദര്യമുള്ള, കുലീനത്വമുള്ള, തറവാടുത്തമുള്ള, മാൻപേടയുടെ കറുകറുത്ത കണ്ണുകളിലുള്ള ഒരു സൗന്ദര്യമുള്ള പെണ്ണ് വിളിച്ചു. അവളുടെ ശരീരത്തിന്റെ ഇംഗിതം തീർത്തു കൊടുക്കാൻ, അവളുടെ ശരീരത്തിന്റെ വൈകാരികത തീർത്തു കൊടുക്കാൻ അവളുടെ ശരീരം സമ്മാനം വെച്ചുകൊണ്ട് വിളിച്ചപ്പോ ഏത് പുരുഷനും അതിലേക്ക് വീണുപോകുമെന്ന അവസ്ഥ വന്നിട്ട് പോലും ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് നിന്റെ ശരീരം വേണ്ട പെണ്ണ്, എനിക്കെന്റെ റബ്ബിനെയാണ്
പേടി, എന്റെ റബ്ബ് ഇത് മുഴുവനും അറിയും പെണ്ണേ എന്ന് കരുതിയിട്ട് വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിന്ന യുവാവേതാണോ ആ യുവാവും അതേപോലത്തെ പെണ്ണേതാണോ ആ പെണ്ണും നാളെ അർശിന്റെ തണലുകൊണ്ട് രക്ഷപ്പെടുന്നവരാണ്. ഈ 7 കൂട്ടര് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തുനബി മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, കടം കൊണ്ട് വലഞ്ഞിരിക്കുന്നവൻ അവൻ കടബാധിതനായി അവന്റെ കടം വീട്ടാൻ ഒരു മാർഗവുമില്ല. അത് അവന് കടം കൊടുത്തവൻ തിരിച്ചറിഞ്ഞിട്ട് ഓടി ചെന്നിട്ട് പറയുന്ന സഹോദരാ വിഷമമില്ല, നിനക്ക് എന്ന് പൈസ കിട്ടുമോ അപ്പൊ തന്നാ മതി എന്ന തരത്തിൽ കടം കൊടുത്തവന്റെ ദുരിതം കണ്ടിട്ട് അവന് കടം കൊടുത്തവൻ സമാധാനവും സാന്ത്വനവും സാവകാശവും നൽകിയാൽ അതിന്റെ കാരണം കൊണ്ട് ആ സാവകാശം കൊടുത്തവന് നാളെ അർശിന്റെ തണലല്ല നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ കടം കൊടുത്തു, കടം തിരിച്ചു തരാൻ ഒരു മാർഗവുമില്ല. അയാളെ കണ്ടിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ പൊരുത്തം തന്നു, അല്ലെങ്കിൽ ആ കടക്കാരനായി മരണപ്പെട്ടു. വിവരമറിഞ്ഞപ്പോ അല്ലാ ഞാൻ അയാൾക്കുള്ള എല്ലാ ബാധ്യതയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കടം കൊണ്ട് വലഞ്ഞവനെ കടം വീട്ടാൻ ഗതിയില്ലാതിരുന്നിട്ട് അവന് ആര് മാപ്പ് കൊടുക്കുമോ പൊരുത്തപ്പെട്ടു കൊടുക്കുമോ അവരും നാളെ അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സത്യസന്ധമായി കച്ചവടം നടത്തുന്നവരാരോ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നില്ല, ഒരു പൊടി പോലും വഞ്ചനയില്ല. ഇല്ലാത്ത മുതലുകളും കള്ളത്തരങ്ങളും പൂഴ്ത്തിവെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കച്ചവടം നടത്തൂല. നേരായ മാർഗത്തിലൂടെ കച്ചവടം നടത്തുന്ന സത്യസന്ധതയുള്ള കച്ചവടക്കാരാരാണോ അവരും നാളെ അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു അവരെയും അനുഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ ഒരാൾ പതിവാക്കുമെങ്കിൽ വിശദീകരിക്കാൻ നേരമില്ല പ്രിയപ്പെട്ടവരെ. 3 കാര്യങ്ങൾ ഒരാൾ പതിവാക്കുമെങ്കിൽ അവരും നാളെ അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമെന്ന് മുത്ത് ഹബീബ് പഠിപ്പിച്ചു. ഏതാണ് ആ 3 കാര്യം? 1, നല്ല തണുപ്പുള്ള നേരത്ത്, ശരീരം വെള്ളം തൊടാൻ ശങ്കിച്ചു നിൽക്കുന്ന നേരത്ത് എപ്പോഴും ഒരാൾ ഉടുവെടുക്കുമെങ്കിൽ, തണുപ്പുള്ള നേരത്ത് ശരീരം വെള്ളം തൊടാൻ ശങ്കിച്ചു നിൽക്കുന്ന നേരത്ത് ഒരാൾ എപ്പോഴും ഉടുവെടുക്കുമെങ്കിൽ അത് കാരണം കൊണ്ട് അതേപോലെ തന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വാഹനത്തിൽ പോകൂല, വാഹനമുണ്ടെങ്കിലും നടന്നിട്ട് അയാള് പള്ളിയിൽ നിസ്കരിക്കാൻ പോകൂ. ഇത് 2. 3ാമത്തെ കാരണം വിശന്നവൻ ആരാണോ അവന് ഭക്ഷണം കൊടുക്കുന്നു. ഒരു കുട്ടി വിശന്ന് നിൽക്കുന്നു, അവന് ഭക്ഷണം നൽകുന്നു. ആര് വിശന്നാലും അവർക്ക് ഭക്ഷണം നൽകുന്നു. ഈ 3 ഗുണം ഒരാൾക്കുണ്ടെങ്കിൽ, ഈ 3 കാര്യം ഒരാളെ പ്രാവർത്തികമാക്കുമെങ്കിൽ നാളെ ഈ 3 കാര്യത്തിന്റെ പേരിൽ അവർക്ക് അല്ലാഹു അർശിന്റെ തണല് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, യതീമക്കൾ ആരും അറിയാതെ യതീമക്കളുടെ ചുമതല ഏറ്റെടുത്തു. ആ യതീമക്കളെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടത് മുഴുവനും നൽകുന്നു. അങ്ങനെ ഒരാൾ യതീമിനെ സംരക്ഷിക്കുമെങ്കിൽ അതിന്റെ കാരണം കൊണ്ട് നാളെ അർശിന്റെ തണല് അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ വിധവകളുണ്ടല്ലോ, ഭർത്താക്കന്മാരായ അത്താണികൾ നഷ്ടപ്പെട്ടു, ജീവിതം ഞെരുങ്ങളിലാണ്, ജീവിതം പരിങ്ങളിലാണ്, തന്റെയും തന്റെ മക്കൾക്കും വിശപ്പാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ ധാർമ്മികതയോടെ സംശയത്തിന്റെ നൂലാമാലകളുടെ സാഹചര്യം പോലും ഉണ്ടാക്കാതെ അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടെ ആരാ വിധവകളെ സംരക്ഷിക്കുമോ, ആരാണ് അവരെ സഹായിക്കുമോ അവർക്കും നാളെ അല്ലാഹു അർശിന്റെ തണല് നൽകുമെന്ന് നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ കുറച്ചുണ്ട്. ഇത് മാത്രമല്ല, വീണ്ടും കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. 7 മാത്രവും നല്ലത്. 7 ഒരു ഹദീസിൽ പ്രധാനമായി പഠിപ്പിക്കപ്പെട്ടത് സ്വഹീഹായ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നപ്പോൾ നമ്മൾ അതിൽ പ്രധാനമായി പറഞ്ഞതേ ഉള്ളൂ. അതിൽ മുൻഹസറൊന്നുമല്ല. ബാക്കി ഈ പറയപ്പെട്ടതും ഇനിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടോ മഷറ, ഇവരൊക്കെ ഉള്ളൂ തണല് കിട്ടുന്നു. അല്ലാത്തവരൊക്കെ ഞെരുങ്ങി പരിങ്ങി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല ദൈത്തി കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ നരകത്തെ കൊണ്ടുവരും. ഇവിടെ ആർക്കും വിശ്രമമില്ല, ഇവിടെ ആർക്കും കരുണയില്ല. ആകെ ഞെരിച്ചു പൊട്ടുന്ന മസറയിൽ ആർക്കെങ്കിലും വെള്ളം കിട്ടുമെങ്കിൽ അല്ലാഹു വരദാനമായി കൊടുത്ത മുത്തുമക്കളെ ദുനിയാവിൽ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കെ ആ മക്കള് പ്രായമെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ ആ മക്കള് മരണപ്പെട്ടു. അങ്ങനെ മക്കള് മരിച്ച ബാപ്പമാരുണ്ടെങ്കിൽ, അങ്ങനെ മക്കള് മരിച്ച ഉമ്മമാരുണ്ടെങ്കിൽ ആ മക്കളുടെ അല്ലാഹു തിരിച്ചെടുത്ത
അപ്രതീക്ഷിത കരള് പറിക്കുന്ന വിയോഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയെല്ലാം സഹിച്ച് ക്ഷമിച്ച് ആ മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചുവട്ടിൽ സ്വർഗത്തിലെ കൂജകളിൽ സ്വർഗത്തിലെ വെള്ളം നിറച്ചിട്ട് ഈ സ്നേഹവാത്സല്യമുള്ള പ്രിയപ്പെട്ട മക്കൾ എന്റെ ഉമ്മ എവിടെ, എന്റെ പൊന്നു വാപ്പ എവിടെ എന്നന്വേഷിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് എന്റെ പൊന്നുപ്പാ വെള്ളം കുടിക്കേ, ഞാൻ നിങ്ങളുടെ മകനാണ്, എന്റെ പൊന്നുമ്മാക്ക് എന്നെ ഓർമ്മയുണ്ടോ, എന്റെ ഉമ്മ എന്റെ താലോലിച്ച് വളർത്തിയത് ഓർമ്മയുണ്ടോ, എന്റെ ഉമ്മച്ചാട പൂർണ്ണമുത്തായ മുത്തുമോനാണ്, എന്റെ ഉമ്മ ദാഹിച്ചു നിൽക്കുന്നു, എന്റെ പൊന്നുമ്മ വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രായപൂർത്തി തികയാതെ അള്ളാഹു ദുനിയാവിൽ എന്ന കരള് പറിക്കുന്ന വേദനയോടെ മാതാപിതാക്കളിൽ നിന്ന് തിരിച്ചെടുത്ത കുഞ്ഞുമക്കളുണ്ടല്ലോ, ആ മക്കൾ നാളെ സ്വർഗത്തിന്റെ വെള്ളം കൊണ്ടുവന്നിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിനല്ലാതെ അതിനപ്പുറം ഒരു വെള്ളവും എവിടെയുമില്ല പ്രിയപ്പെട്ടവരെ.